പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് 41 മിനിറ്റ് ആയിരിക്കുന്നു. പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ വിധി 1.5 മാസം തികഞ്ഞിട്ടില്ല. ഇതിനു മുൻപ് ശിക്ഷിക്കപ്പെട്ടവർക്ക് പരോൾ നൽകാനുള്ള നീക്കം. 8-ാം പ്രതി എ സുബീഷ്, 15-ാം പ്രതി സുരേന്ദ്രൻ എന്നിവരാണ് അപേക്ഷ നൽകിയത്. അപേക്ഷയിൽ ജയിൽ വകുപ്പ് പോലീസിന്റെ റിപ്പോർട്ട് തേടി. നിയമപരമായി പ്രതികൾ പരോളിന് അർഹരെന്നാണ് കണ്ണൂർ ജയിൽ സൂപ്രണ്ടിന്റെ നിലപാട്. അർജുൻ കല്യാട് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അർജുൻ കല്യാട്, 1.5 മാസം ആകും മുമ്പ് തന്നെ പരോളിന് അപേക്ഷിച്ചിരിക്കുകയാണ്. ചട്ടപ്രകാരം അപേക്ഷിക്കാൻ കഴിയുമെന്നാണോ ഇപ്പോൾ ജില്ലാ ജയിൽ സൂപ്രണ്ടിന്റെ നിലപാട്? അരുൺകുമാർ, ഗുഡ് മോർണിംഗ്. അതായത് കാസർഗോഡ് പെരിയ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതികളായിട്ടുള്ളവർക്ക് ജനുവരി 3-ാം തീയതിയാണ് എറണാകുളത്തുള്ള CBI പ്രത്യേക കോടതി ജീവപര്യന്തം തടവ് ശിക്ഷിച്ച് അവരെ പിന്നീട് കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റുന്നത്. അതിനുശേഷം, അതായത് അതിന് ശിക്ഷ വിധിച്ച് കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റി 1 മാസം പോലും തികയുന്നതിന് മുൻപാണ് 2 പേർ ഈ കേസിൽ അപേക്ഷ നൽകുന്നത് പരോളിനായി. ഒരാൾ ജനുവരി 21-നും മറ്റേയാൾ ജനുവരി 22-നുമാണ്. സുബീഷ് ജനുവരി 21-നും സുരേന്ദ്രൻ ജനുവരി 22-നുമാണ് ഈ പരോളിനായി അപേക്ഷ നൽകിയത്. ആ അപേക്ഷയിൽ മേലാണ് ജയിൽ ഉപദേശക സമിതിയും അതുപോലെ തന്നെ ജയിൽ വകുപ്പും ഇത്തരത്തിൽ ജയിലിലുള്ള അധികൃതർ പോലീസിനോട് റിപ്പോർട്ട് തേടിയിരിക്കുന്നത്. ഈ പരോളിനുള്ള അപേക്ഷയിൽ റിപ്പോർട്ട് തേടിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജയിൽ സൂപ്രണ്ടുമായി ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് ഇതിൽ നിയമപരമായി അവർക്ക് പരോളിന് അർഹതയുണ്ട് എന്നുള്ളതാണ്. അതായത് റിമാൻഡ് കാലയളവ് ഉൾപ്പെടെ 2 വർഷം തടവിന് ശിക്ഷിക്കപ്പെട്ട അല്ലെങ്കിൽ ഈ തടവായി കണക്കാക്കും. അതുകൊണ്ടുകൂടിയാണ് ഈ 2 പേർക്ക് പരോളിന് അർഹതയുണ്ട് എന്ന് പറയുന്നത്. അവർ അപേക്ഷ തന്നു കഴിഞ്ഞാൽ സ്വീകരിക്കുന്ന ഒരു സ്വാഭാവികമായ നടപടിക്രമമാണ് ജയിൽ അധികൃതർ. അത് പോലീസിൻ്റെ റിപ്പോർട്ട് തേടും. പോലീസിൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇതിനകത്തുള്ള തുടർ നടപടി എന്നുള്ളതാണ് ജയിൽ സൂപ്രണ്ട് തന്നെ വിശദീകരിക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഈ കേസിൻ്റെ ആദ്യഘട്ടം മുതൽ തന്നെ CPIM നേതൃത്വവും സർക്കാരും അതിന് പുറമെ വലിയ രീതിയിലുള്ള സഹായം ഈ പ്രതികൾക്ക് എല്ലാവർക്കും നൽകുന്നു. നേതാക്കളെല്ലാം തന്നെ ഇവരെ ജയിലിലേക്ക് എത്തിച്ച ഘട്ടത്തിൽ അവിടെ പോയി കാണുന്നു. ജയിൽ ഉപദേശ സമിതി അംഗം കൂടിയായിട്ടുള്ള P. ജയരാജൻ ആ ജയിലിലേക്ക് എത്തി അവരെ കണ്ടതുൾപ്പെടെ വലിയ രീതിയിൽ വിമർശനം ഉണ്ടാക്കിയിരുന്നു. അതിനുശേഷം അതിനകത്തുള്ള 5 പ്രതികൾ പുറത്തേക്ക് ഇറങ്ങിയതിനു ശേഷം കാസർഗോഡ് ഉൾപ്പെടെ കണ്ണൂർ ഉൾപ്പെടെ നേതാക്കളെല്ലാം ജയിലിലേക്ക് എത്തിയും കാസർഗോഡ് വലിയ സ്വീകരണം ഒരുക്കിയും എല്ലാം സ്വീകരണം ഉൾപ്പെടെ നടത്തിയിരുന്നു. ശേഷം ഈ കേസിൻ്റെ നടത്തിപ്പിനായി ഫണ്ട് സമാഹരിക്കുന്ന നടപടികൾ ഉൾപ്പെടെ CPIMൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു രാഷ്ട്രീയ വിമർശനത്തിന് ഒരുപക്ഷെ ഈ പരോൾ നൽകാനുള്ള നീക്കം ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. UDFും അതുപോലെ തന്നെ കോൺഗ്രസും ഈ ശരത്ലാലിൻ്റെയും കൃപേഷിൻ്റെയും കുടുംബം ഉൾപ്പെടെ ഈ നീക്കത്തിനെതിരെ ഇപ്പോൾ രംഗത്തെത്തിയിട്ടുമുണ്ട്. അരുൺ. ഓക്കെ, അർജുൻ കല്യാടാണ് വിവരങ്ങൾ നൽകിയിരിക്കുന്നത്. 1.5 മാസമായില്ല ശിക്ഷ വിധിച്ച് ഇവരെ ജയിലിൽ അടച്ചിട്ട്. അതിനിടയിലാണ് പരോളിൽ നീക്കം നടക്കുന്നത് എന്നാണ് ഇപ്പോൾ ഉയരുന്ന വിമർശനം.